ഇവിടെ നമ്മൾ അവല് വിളയിക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവല് നമുക്ക് ആവശ്യത്തിന് അവല് നിങ്ങൾ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അവല് നമുക്ക് കൂട്ടിയെടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം അവലാണ്. അപ്പോൾ 250 ഗ്രാം അവലിലേക്ക് 300 ഗ്രാം ശർക്കര 300 ഗ്രാം ശർക്കര ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്തിട്ട് അരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ശർക്കര ഉരുക്കിയതിന് ശേഷം അരിക്കണം. അതുപോലെ ശർക്കര തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പാട പോലെ കാണും. അതൊക്കെ ടീസ്പൂൺ കൊണ്ട് നമ്മൾ മാറ്റിക്കളയണം. അത് ചെളിയാണ്. അതുപോലെ അതിൽ എപ്പോഴും പൊടിയും ഒക്കെ കാണാൻ സാധ്യതയുണ്ട് ശർക്കരയിൽ. അപ്പോൾ ഏത് സാധനം ഉണ്ടാക്കുമ്പോഴും ശർക്കര ഉരുക്കിയതിന് ശേഷം നമ്മൾ അരിച്ചിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ. അതുപോലെ അപ്പോൾ ഇത് 250 ഗ്രാം അവലിലേക്ക് 300 ഗ്രാം ശർക്കര, പിന്നെ ഒരു മുഴുവൻ തേങ്ങയും എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയത് ഒരു മുഴുവനോടെ ഉള്ള ഒരു തേങ്ങ ഫുള്ള് ചിരകിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇതൊക്കെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ഇടാം. ഇതിൽ ഏലക്കായ പൊടിച്ചത്, പിന്നെ കറുത്ത എള്ള്, അണ്ടിപ്പരിപ്പ്, പൊട്ടുകടല, തേങ്ങാക്കൊത്ത്. ഇതൊന്നും അളവില്ല, അതൊക്കെ നമുക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഇതല്ലാതെ ഞാനിവിടെ കുറേശ്ശെ എടുത്തിട്ടുള്ളൂ. ഇവിടെ കുട്ടികൾക്കൊന്നും അധികം ഇഷ്ടമല്ല. അപ്പം എല്ലാവരും ഞാൻ കുറേശ്ശെ എടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളതിനനുസരിച്ച് എല്ലാവർക്കും കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം സാധനങ്ങൾ. അവലിൻ്റെ അളവാണ് നോക്കേണ്ടത്. ഇപ്പോൾ 250 ഗ്രാമിലേക്ക് ഞാൻ 300 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂട്ടുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് ശർക്കര കൂട്ടുക, കുറയ്ക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ശർക്കര കുറയ്ക്കുക. ഇനി നമുക്ക് അവല് വിളയിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും പൊട്ടുകടലയും നമ്മൾ വറുത്തെടുക്കണം. അപ്പോൾ അതിന് ആവശ്യമായ നിങ്ങളിൽ നെയ്യാണ് യൂസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ നെയ്യ് ആവശ്യത്തിന് ഒഴിക്കുക. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നെയ്യിന്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്ത കാരണം വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അപ്പൊ അതിലേക്ക് ആദ്യം നമ്മൾ ഈ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുക. ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വറുത്തെടുക്കുക. അതിന് ശേഷം ഇത് മാറ്റി വെക്കാം. അങ്ങനെ ബാക്കിയുള്ള എല്ലാതും അണ്ടിപ്പരിപ്പും പൊട്ടുകടലയും എല്ലാതും നമ്മൾ ഇതേ എണ്ണയിലിട്ട് വറുത്തെടുക്കുക. ഇപ്പൊ തേങ്ങ നല്ല ഒരു ബ്രൗൺ കളർ ആയി തുടങ്ങി. നമുക്ക് ഇതൊരു മൂക്കണ മണം നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ഒരു മണം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ആയി എന്നുള്ളത്. അതുപോലെ കണ്ട ഇതിന്റെ ഒരു കളറ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് മാറ്റി ബാക്കിയുള്ള സാധനങ്ങൾ വറക്കാം. നമ്മൾ ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും പൊട്ടുകടലയും വറക്കാണ്. ഇനി അവല് വിളയിക്കാൻ വേണ്ടിയിട്ട് വേറെ പാത്രം വെക്കുക. അപ്പോൾ നമ്മുടെ ബാക്കി വറുത്ത സാധനങ്ങളൊക്കെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചു. ഇനി വേറെ പാത്രത്തിൽ നമ്മൾ ഈ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിക്കുക. ഉരുക്കിയ ശർക്കര പാനിയിലേക്ക് തേങ്ങ ചേർക്കണം ചെയ്യുന്നത്. പിന്നെ ആദ്യം നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചതിലേക്ക് തേങ്ങ ചിരകിയത് മുഴുവൻ ഇട്ടു. ഇനി ഇത് ഈ ശർക്കര നീരിൽ ഈ തേങ്ങ മുഴുവൻ നന്നായി പിടിക്കണം. അങ്ങനെ ശർക്കരയും തേങ്ങയും നന്നായി യോജിച്ച് മിക്സ് ആയതിനു ശേഷമാണ് നമ്മൾ ഇതിലേക്ക് അവലിടേണ്ടത്. ഇപ്പൊ നമ്മുടെ ശർക്കര തേങ്ങയും നന്നായി ഇതിൽ മിക്സ് ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് അപ്പം തന്നെ നമ്മൾ അവലിടരുത്. കാരണം വെച്ചാൽ ഇത് നന്നായി മിക്സ് ആവണം. ഈ ശർക്കരപ്പാനി തേങ്ങ നന്നായി മിക്സ് ആവണം. എന്ന് വെച്ചാൽ ശർക്കരപ്പാനി ഒരുവിധം വറ്റി വരണം, എന്നാലേ തേങ്ങയിൽ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിലേക്ക് ആഡ് ചെയ്യാം. അത് നന്നായി നമ്മൾ യോജിപ്പിക്കുക. അത് നമ്മൾ നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഏലക്കായ പൊടിച്ചതും എള്ളും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത് ഇതിലിടാം. ഇനി നമുക്ക് അവല് ഇതിലിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇനിയിപ്പോൾ തീ അധികം ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇനി തീ കുറയ്ക്കാം, അല്ലെങ്കിൽ തീ ഓഫ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ അവലിട്ടിട്ട് ഇളക്കി നമുക്ക് യോജിപ്പിച്ചിട്ട് നമ്മുടെ അവല് വിളയിച്ചതപ്പോൾ റെഡിയാവും. അപ്പോൾ അവല് ഞാൻ ഇതിൽ ഇട്ടിട്ട് നന്നായി യോജിപ്പിച്ച് സ്റ്റൗ ഓഫ് ചെയ്തു. പക്ഷെ നമ്മൾ പാത്രം അടുപ്പത്തുനിന്ന് മാറ്റരുത്. ആ ചൂടും മതി നമുക്ക് ഇനി ബാക്കി അവല് വിളയിച്ച് വരാനായിട്ട്. അപ്പോൾ അതിന് ശേഷം അവല് നമ്മൾ നന്നായി യോജിപ്പിച്ചിട്ട് ഇതുപോലെ പൊത്തി മൂടി വെക്കുക. ഇങ്ങനെ പൊത്തി മൂടി വെക്കുക. എന്നിട്ട് ഇത് ചൂടാറണ വരെ ഈ പാത്രത്തിൽ തന്നെ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിത് വേറെ പാത്രത്തിൽ അടച്ചു വെക്കാം. അപ്പോൾ ഇത് നാളേക്കൊക്കെ ആണെങ്കിൽ പിറ്റത്തെ ദിവസത്തേക്കാണ് നന്നായി ടേസ്റ്റ് ആവുക.
അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ പൊത്തി മൂടി അടച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് ചൂടാറിയതിന് ശേഷം മാറ്റിയിട്ട് നിങ്ങൾക്ക് 2-3 ദിവസമൊക്കെ പുറത്ത് വന്നാലും എത്ര ദിവസം വേണമെങ്കിൽ ഇത് പുറത്ത് വെക്കാം. അപ്പോൾ അത് ഒരു 3-4 ദിവസം വരെയൊക്കെ, ഒരാഴ്ച വരെയൊക്കെ ഇത് എന്തായാലും പുറത്തിരിക്കും. കാരണം നമ്മൾ തേങ്ങയൊക്കെ നന്നായി ശർക്കരയിൽ നന്നായി യോജിപ്പിച്ചെടുത്തതാണ്, കാരണം പെട്ടെന്ന് വളിക്കില്ല. അങ്ങനെ ഇത് കുട്ടികൾക്കൊക്കെ ഒരു 4 മണി പലഹാരമൊക്കെ ആയിട്ട് കൊടുക്കാം. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. വലിയവർക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് പകർത്താം. അപ്പോൾ നമ്മുടെ അവല് വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.